ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എംഎൽഎ നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷ ഇന്ന് പരിഗണിക്കും. തിരുവനന്തപുരം ജില്ലാ കോടതിയാണ് കേസ് പരിഗണിക്കുന്നത്. പരാതിക്കാരിയുമായി ദീർഘകാലമായി സൗഹൃദമുണ്ടായിരുന്നുവെന്നും എന്നാൽ അവരെ പീഡിപ്പിച്ചിട്ടില്ല എന്നുമാണ് മുൻകൂർ ജാമ്യാപേക്ഷയിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വാദം. അതേസമയം 7 ദിവസമായി ഒളിവിൽ കഴിയുന്ന രാഹുൽ കർണാടകയിലേക്ക് കടന്നതായാണ് സൂചന. അമൽ തേനമ്പറമ്പിൽ ചേരുന്നു വിശദ വിവരങ്ങളുമായി. അമൽ, ഗുഡ് മോർണിംഗ്. ഈ ഹർജി മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നു, അതൊക്കെ നമുക്ക് മാറ്റിവെച്ചാൽ വളരെ കൃത്യമായ സൂചനകൾ കൃത്യമായ സമയങ്ങളിൽ തന്നെ പോലീസിന് ലഭ്യമാകുന്നുണ്ട്. ഏത് കാറിൽ രക്ഷപ്പെട്ടു, ആരുടെ കാറിൽ രക്ഷപ്പെട്ടു, എങ്ങോട്ട് പോയി തുടങ്ങിയ കാര്യങ്ങളൊക്കെ രാഹുൽ കർണാടകയിലേക്ക് കടന്നതായുള്ള സൂചനയാണ് നിലവിൽ ലഭ്യമാകുന്നത്. എന്തുകൊണ്ട് പോലീസിന് രാഹുൽ മാങ്കൂട്ടത്തിലേക്ക് എത്താൻ കഴിയുന്നില്ല? പരാതി പ്രളയം വന്നുകൊണ്ടേയിരിക്കുന്നു രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ. രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ജാമ്യാപേക്ഷ കോടതി ഇന്ന് പരിഗണിക്കാനിരിക്കുകയാണ്. അപ്പോൾ ഈ ജാമ്യാപേക്ഷ പരിഗണിച്ച് കോടതിയുടെ ഒരു തീരുമാനത്തിനായി പോലീസ് കാത്തിരിക്കുകയാണോ, അതോ ഈ നമ്പർ 1 പോലീസ് സംവിധാനം എന്നൊക്കെ പറയുന്ന നമ്മുടെ കേരള പോലീസ് സംവിധാനത്തിന് ഈ വിദേശ രാജ്യങ്ങളിലെ പോലീസ് സംവിധാനമൊക്കെയായാണ് താരതമ്യം ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു പോലീസ് സംവിധാനത്തിന് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA പോലെ ഒരാളെ പിടിക്കാൻ കഴിയുന്നില്ല എങ്കിൽ അതൊരു വൻ തോൽവിയാണോ എന്നുള്ളതാണ് അറിയേണ്ടത്. ഇതിപ്പോൾ അതിൽ രണ്ടിലേതാണ് എന്നുള്ള കാര്യത്തിൽ ഉച്ചയോടുകൂടി തീരുമാനം ഉണ്ടാകും എന്നുള്ളത് പ്രതീക്ഷിക്കുന്നു. കാരണം കോടതിയിൽ നിന്നും രാഹുലിന്റെ ജാമ്യാപേക്ഷ തള്ളുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ രാഹുലിന്റെ അറസ്റ്റ് വേഗത്തിൽ ഉണ്ടാകും എന്ന് ചില അഭ്യൂഹങ്ങളൊക്കെ പരക്കുന്നുണ്ട്. അതല്ല, രാഹുൽ ഒളിവിൽ തന്നെയാണ് എങ്കിൽ അതും കഴിഞ്ഞ് പോലീസിനെ വെട്ടിച്ച് രാഹുൽ ഒളിവിൽ കഴിയുകയാണ് എങ്കിൽ അപ്പോഴും ഇപ്പോഴത്തെ ഒരു അവസ്ഥ തുടരും എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും പോലീസിന് രാഹുലുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങളൊക്കെ കിട്ടുന്നുണ്ട്, പക്ഷേ രാഹുലിനെ പിടിക്കാൻ കഴിയുന്നില്ല എന്നുള്ളൊരു പ്രശ്നം ഇപ്പോഴും അവിടെ തന്നെ നിൽക്കുന്നു. അതിനിടയിലാണ് ഇന്നിപ്പോൾ ജാമ്യാപേക്ഷ പരിഗണനയ്ക്ക് വരുന്നത്. ജാമ്യാപേക്ഷ പരിഗണനയ്ക്ക് വരുന്ന ഘട്ടത്തിൽ രാഹുലിന് ഏറ്റവും വലിയ വെല്ലുവിളിയായി പുതിയൊരു പരാതി കൂടി ഉയർന്നു വരികയാണ്. അതും ആദ്യ പരാതി, മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയിലെ പരാതിക്കാരി പറഞ്ഞു വെച്ചിരിക്കുന്നത് പോലെ തന്നെ വിവാഹ വാഗ്ദാനം നൽകിയുള്ള ഒരു ബലാത്സംഗം നടന്നിട്ടുണ്ട് എന്നുള്ളത് KPCC അധ്യക്ഷനും അതോടൊപ്പം തന്നെ പ്രതിപക്ഷ നേതാവിനും KPCC അധ്യക്ഷനും ദേശീയ AICC അധ്യക്ഷനും സോണിയാഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും അടക്കം ആ പരാതി എത്തുന്ന ഒരു അവസ്ഥയുണ്ടായി. ആ പരാതിയിലും സമാന ആരോപണങ്ങൾ ഉന്നയിക്കുന്നു. അപ്പോൾ ഇത്തരം കുറ്റകൃത്യങ്ങൾ തുടർച്ചയായി നടത്തുന്നയാളെന്നുള്ളൊരു വാദം എന്തായാലും ഇന്ന് കോടതിയിൽ വരും. അത് രാഹുലിന്റെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന ഘട്ടത്തിൽ രാഹുലിന് തിരിച്ചടിയാകും. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ പീഡന പരാതികളിൽ ഹൈക്കമാൻഡ് ഇടപെടുകയാണല്ലോ. രാഹുലിനെ മാറ്റി നിർത്തണമെന്ന് ഒരു വിഭാഗം നേതാക്കൾ ആവശ്യപ്പെട്ടു. പക്ഷേ തിടുക്കപ്പെട്ട ഒരു തീരുമാനം വേണ്ട എന്നാണ് മറുവിഭാഗത്തിന്റെ വാദം. അതേസമയം വിഷയം ചർച്ച ചെയ്യാൻ സംസ്ഥാനത്തെ മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ ഇന്ന് ഓൺലൈനായി യോഗം ചേരുകയും ചെയ്യുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയെങ്കിൽ ഈ ഓൺലൈൻ യോഗം എപ്പോഴാണ്? ഇതിൽ എന്ത് തീരുമാനമായിരിക്കും ഇവരുടെ ഭാഗത്തു നിന്നുണ്ടാവുക? ഈ ചേരി തിരിഞ്ഞ് 2 അഭിപ്രായങ്ങളുള്ള നിലയിൽ രാഹുൽ മാങ്കൂട്ടത്തിലിനെ പാർട്ടിയിൽ നിന്നും സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് പാർട്ടി ഇപ്പോഴും വിശദീകരിക്കുന്നത്. പക്ഷേ തുടർച്ചയായ ആരോപണങ്ങൾ ഉണ്ടാകുന്നു. മാത്രമല്ല, തിരഞ്ഞെടുപ്പ് ഘട്ടത്തിലേക്ക് നീങ്ങുമ്പോൾ ഇടതുപക്ഷം BJPയും ഏറ്റവും വലിയ പ്രചരണ ആയുധമായി കോൺഗ്രസിനെതിരെ UDFനെതിരെ ഉന്നയിക്കുന്നത് രാഹുലിന്റെ വിഷയമാണ്. രാഹുൽ ഇപ്പോഴും MLA ആയി തുടരുന്നു എന്നുള്ളതാണ് അവർ നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. രാഹുലിന്റെ രാജിയും ആവശ്യപ്പെടുന്നു. പക്ഷേ കോൺഗ്രസ് രാഹുലിനെ സംരക്ഷിക്കുന്നു എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട വിഷയമായി ഉയർന്നു വരുന്നത്. ആ ഒരു ഘട്ടത്തിലാണ് ഇന്നലെ പുതിയ പരാതി കൂടി പാർട്ടി നേതൃത്വം ലഭിക്കുകയും പാർട്ടി നേതൃത്വം ആ പരാതി DGPക്ക് കൈമാറുകയും ചെയ്തത്. അങ്ങനെ പോലീസിന് കൈമാറിയ ഒരു പരാതി കൈവശമുണ്ടായിരിക്കുന്ന ഒരാളെ എങ്ങനെ സംരക്ഷിക്കാൻ കഴിയും എന്നുള്ളതാണ് ഒരു വിഭാഗം നേതാക്കൾ ചോദിക്കുന്ന പ്രധാനപ്പെട്ട ചോദ്യം. അടിയന്തരമായി തന്നെ ഈ വിഷയത്തിൽ തീരുമാനം വേണം, അടിയന്തരമായി രാഹുലിനോട് രാജിവെക്കാൻ ആവശ്യപ്പെടണം എന്നുള്ള കാര്യമാണ് ഒരു വിഭാഗം പറയുന്നത്. പ്രത്യേകിച്ചും കഴിഞ്ഞ ദിവസങ്ങളിൽ കടുത്ത നിലപാടെടുത്ത ചില നേതാക്കളുണ്ട്. K മുരളീധരൻ, അതോടൊപ്പം തന്നെ രാജ്മോഹൻ ഉണ്ണിത്താൻ അടക്കമുള്ള നേതാക്കൾ കുറച്ചുകൂടി ശക്തമായ നിലപാട് സ്വീകരിക്കണം പാർട്ടി എന്നുള്ള ഒരു കാര്യം തുടർച്ചയായി പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ഇന്നിപ്പോൾ അടിയന്തരമായൊരു ഓൺലൈൻ യോഗം ചേരും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ ആവശ്യം ചില നേതാക്കൾ ഉന്നയിച്ചിട്ടുണ്ട് എന്നുള്ളതും മനസ്സിലാക്കാനാവുന്നു. ഇന്ന് ഒരുപക്ഷെ രാഹുലിന്റെ ജാമ്യ ഹർജിയിൽ ഒരു തീരുമാനം വന്നതിന് ശേഷമാകും കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ഒരു അന്തിമ തീരുമാനം ഈ കാര്യത്തിൽ ഉണ്ടാവുക. പക്ഷേ കോടതിയിൽ നിന്നുള്ള തീരുമാനം അനുകൂലമായില്ല എങ്കിൽ, രാഹുലിന് ജാമ്യം ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായില്ല എങ്കിൽ അത് പാർട്ടിക്ക് വലിയ ക്ഷീണമുണ്ടാക്കും. പ്രത്യേകിച്ചും തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഈ ഒരു ഘട്ടത്തിൽ അത് വലിയ പ്രതിസന്ധി ഉണ്ടാക്കും എന്നുള്ളതാണ് ഒരു വിഭാഗം നേതാക്കൾ പറയുന്നത്. പക്ഷേ മറുവിഭാഗത്തിന്റെ നിലപാട് വേറെയാണ്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പാർട്ടിയിൽ 2 അഭിപ്രായം വ്യക്തമായി തന്നെ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ രാഹുലിന്റെ വിഷയം കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന വിഷയമാണ് എന്നും അതോടൊപ്പം തന്നെ ഇടതുപക്ഷത്തെ പല നേതാക്കളും സമാനമായ ആരോപണം നേരിട്ടിട്ട് രാജിവെച്ചില്ല എന്നുള്ള വാദങ്ങളൊക്കെ ഉന്നയിക്കുന്നുണ്ട്. പക്ഷേ അതുപോലത്തെ സാഹചര്യമല്ല നിലവിലുള്ളത് എന്നുള്ള കാര്യം പറഞ്ഞ് ബോധ്യപ്പെടുത്താനാകും ഈ ഒരു ഓൺലൈൻ യോഗം ചേരുന്ന ഒരു സാഹചര്യത്തിൽ രാഹുലിനെതിരെ നിലപാടെടുക്കുന്ന നേതാക്കൾ സ്വീകരിക്കുക. പ്രത്യേകിച്ചും ഈ യോഗ
യോഗത്തിൽ പ്രതിപക്ഷ നേതാവിൻ്റെ അടക്കമുള്ള ഒരു നിലപാട് രാഹുലിന് അനുകൂലമാകാനുള്ള യാതൊരുവിധ സാധ്യതയും കാണുന്നില്ല. മാത്രമല്ല കെ മുരളീധരൻ അടക്കമുള്ള ആളുകൾ ആ യോഗത്തിൽ പങ്കെടുത്താൽ രാഹുലിനെതിരെ ശക്തമായ നടപടി വേണം എന്നൊരാവശ്യം ഉന്നയിക്കും എന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്.